अरे बह गया। ए मेरी माँ चले, मेरी माँ चलो। छोटे बाबू मामा चले गया सेफ जगह। मामा चले गया सेफ है मंदिर। ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധരാലി എന്ന ഗ്രാമത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും. 150 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട് എന്ന വിവരം ആശ്വാസകരമായി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ 6 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 150ഓളം പേരെ കാണാനില്ല എന്ന വളരെ ദുഃഖകരമായ വാർത്തയും അവിടെ നിന്ന് വരുന്നു. 9 സൈനികർ ഉൾപ്പെടെ 150ഓളം പേരെ കാണാനില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം, ഈ അപകടത്തിന്റെ മൂർധന്യാവസ്ഥ വഹിച്ച ആ ധരാലിയിലെ ആ അപകട സ്പോട്ടിലേക്ക് രക്ഷാദൗത്യ സംഘത്തിന് ഇതുവരെ എത്തിപ്പെടാനോ അവിടെ പൂർണ്ണതോതിൽ രക്ഷാദൗത്യം തുടങ്ങാനോ പോലും കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണ്. കാരണം അത്രമേൽ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. അവിടേക്ക് എത്താൻ റോഡോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യമാണ്. റോഡുകളിൽ വലിയ പാറക്കല്ലുകളും അഗാധ ഗർത്തങ്ങളും രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം നടത്തുന്ന സേനാംഗങ്ങൾക്ക് പോലും അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വലിയ ദുരന്തത്തിന്റെ ആഴം എത്രയാണ് എന്നത് ഈ നിമിഷം പോലും അവിടെ ആ അധികാരികൾക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്കറിയാം ഇന്നലെ 1:45 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്, ഈ ദുരന്തം സംഭവിക്കുന്നത്. 24 മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷവും എന്താണ് ആ അപകടത്തിന്റെ ആഴം, എത്ര പേർ അതിൽ അകപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. കാണാതായവരുടെ എണ്ണം 150ഓളം എത്തിയിരിക്കുന്നു എന്നതാണ് വിവരം. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരം ഇന്ന് പുറത്തു വന്നത് മലയാളികളും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു. മുംബൈയിൽ നിന്നുള്ള 28 അംഗ സംഘമാണ് യാത്ര പോയത്. അത് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയ യാത്രയായിരുന്നു. അതിൽ 20 മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളും 8 പേർ കേരളത്തിൽ നിന്നുള്ളവരുമായിരുന്നു. അതിൽ കൊച്ചിയിൽ നിന്നുള്ള 2 പേരുടെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവർ സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ കൂടി ഉണ്ട്. കൊച്ചി സ്വദേശികളായ നാരായണനും ഭാര്യ ശ്രീദേവി പിള്ളയും ബന്ധുക്കളുമാണ് കേരളത്തിൽ നിന്നുള്ള 8 പേർ. ആശ്വാസകരമായ കാര്യം, ഇവർ സുരക്ഷിതരാണ് എന്ന വിവരം അവിടുത്തെ മലയാളി അസോസിയേഷനുകൾ പങ്കുവെക്കുന്നുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യം അവർ പങ്കുവെക്കുന്നു. പക്ഷേ ഇവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല ബന്ധുക്കൾക്ക് എന്നതാണ് ആശങ്ക. നമുക്കറിയാം അവിടെ ഗതാഗത സംവിധാനം പാടെ തകർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. ഈ ബന്ധുക്കളെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഒരു പക്ഷേ ഈ ദുരന്തം മൂലമുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ അവർ കഴിയുന്നത് കൊണ്ടായിരിക്കാം ബന്ധുക്കൾക്ക് അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായി മലയാളി അസോസിയേഷൻ പ്രതിനിധികളുടെ വാക്കുകൾ വരുന്നു. ഇവരെല്ലാം സുരക്ഷിതരാണ്. അവർക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ കൊണ്ട് അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അവർ പറയുന്നു എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഖീർഗംഗ നദിയിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ ധരാലി എന്ന ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ അടുത്തുള്ള സൈനിക ക്യാമ്പിന്റെ ഒരു ഭാഗവും ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 8 സൈനികരെ കാണാനില്ല എന്ന വിവരം കൂടിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 8600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ധരാലിയിലെ വീടുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഒപ്പം തന്നെ ഹോം സ്റ്റേകൾ, ഇതൊക്കെ ഒന്നാകെ ഒലിച്ചുപോയിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കൊപ്പം ഒലിച്ചുപോയ മനുഷ്യരെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. നമ്മളിപ്പോൾ കാണുന്നത് റോഡൊക്കെ ഒന്നാകെ ഒലിച്ചുപോയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. ഭീതിതമാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ഓരോ കാഴ്ചകളും.